Welcome to our new class. Today we are discussing about the capacity. Our next topic is capacity. Capacity means volume. Okay. And our first question is the inner side of a cubical box are of length 4 centimeter. Then what is the capacity? What is the capacity? How many cubes of side 2 centimeter can be stretched inside it? That means we have a cubical box. What do you mean cubical? Like this. The length, breadth and height are equal. When it's same, then it's called a cube. അല്ലേ? എല്ലാ അളവും ഈക്വൽ ആവുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് ക്യൂബ് എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാ സൈഡ് എന്ന് പറയുന്നത് എന്താണ് 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാല് ബേസ് ആൻഡ് ലെങ്ത് ആൻഡ് breadth of 4 centimeter and height also 4 centimeter. Second one, I just want to find out at first its capacity of this cube. So volume is equal to L into B into H. 4 into 4 into 4 equal to 4 into 4 16, 60 into 4 64. 64 cubic centimeter. Okay. So this is the volume of this cuboid. Next one, how many cubes of side 2 centimeter can be stacked inside it? ഇതിന്റെ ഉള്ളിൽ എത്ര വശങ്ങൾ 2 സെന്റിമീറ്റർ ആയിട്ടുള്ള എത്ര ക്യൂബുകൾ ഇതിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റും? അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ സൈഡ് 2 ആയിട്ടുള്ളതിന്റെ വോളിയം കണ്ടുപിടിക്കണം അല്ലേ? നമ്മള് വോളിയം അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ന് പറയാം. വോളിയം ഓഫ് cube of side 2 centimeter is equal to L into B into H equal to 2 into 2 into 2. എല്ലാ സൈഡും 2 ഇതേപോലെ തന്നെ 8 cubic centimeter. 8 cubic centimeter. Next എന്ന് കണ്ടുപിടിക്കാൻ how many cubes of side 2 centimeter can be stacked inside it? അല്ലേ? അപ്പോൾ number of cubes of side 2 centimeter can be stacked inside it. എത്ര എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മൊത്തം വോളിയം എന്ന് പറയുന്നത് 64 ആണ്. ഇതിന്റെ ഒരെണ്ണത്തിന്റെ വോളിയം എന്ന് പറയുന്നത് 8 ആണ്. എങ്കിൽ ഈ 64നെ 8 കൊണ്ട് എന്ത് ചെയ്യാൻ മതി? ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? 64 divided by 8, ആൻസർ ഈസ് 8. അപ്പോൾ എത്ര എണ്ണ ഉണ്ടാക്കാൻ പറ്റും? എണ്ണ ഉണ്ടാക്കാനല്ല, എത്ര എണ്ണ അതിൽ സ്റ്റോക്ക് ചെയ്യാൻ പറ്റും? 8 അല്ലേ? ഓക്കെ, അതിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The inner side of a rectangular tank are 70 centimeter, 80 centimeter, 90 centimeter. How many liter of water can it contain? So it's a rectangular tank. So we can draw that rectangular tank. So that rectangular tank like this. Okay. The inner measurement. The question says that the inner measurement of this rectangular tank are 70 centimeter, 80 centimeter, 90 centimeter. You can mark the length as 90 centimeter and the breadth is 80 centimeter and this height is 70 centimeter. Okay. How many liter of water can it contain? എത്ര വെള്ളം ഇതിൽ കൊള്ളും എന്ന് പറയുമ്പോൾ at first we want to find out the volume of this rectangular tank. അപ്പോൾ ഇതിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കുക. അതിന്റെ ഉള്ളിലുള്ള അളവ് അല്ലേ? മലയാളത്തിൽ അതിന് ഉള്ളളവ് എന്നാണ് പറയാം. അപ്പോൾ അതിന്റെ ഉള്ളളവ് വോളിയം നമുക്ക് കണ്ടുപിടിക്കണം. വോളിയം കണ്ടുപിടിക്കാൻ വോളിയം ഈക്വൽ ടു L into B into H. 90 into 80 into 70.
നിങ്ങൾ എന്ത് ചെയ്യുക, 9 into 8 into 7 മൾട്ടിപ്ലൈ ചെയ്യുക. 9 into 8 into 7 ഇപ്പോൾ 504 കിട്ടും. പിന്നെ എത്ര സീറോ ഉണ്ട്? 1 2 3 3 സീറോ അത് കൊടുക്കുക. ഇത്രയും ക്യൂബിക് സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. ഇനി ഇതിന് എന്ത് ചെയ്യണം? എത്ര ലിറ്റർക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മുടെ വീട്ടിലുള്ള ടാങ്കിയിലൊക്കെ എത്ര വെള്ളം കൊള്ളും ചോദിക്കുമ്പോൾ നമ്മൾ ലിറ്ററിലാണ് പറയുക അല്ലെ. 500 ലിറ്ററിന്റെ ടാങ്ക്, 1000 ലിറ്റർ ടാങ്ക് അതൊക്കെ നമ്മൾ പറയും. അതേപോലെ ഇവിടെയും നമുക്ക് പറയുന്നത് എത്ര വെള്ളം. ഇതിപ്പോ ഏകദേശം നമ്മുടെ വീട്ടിലുള്ള ടാങ്ക് നിർമ്മിക്കുന്ന അത്ര തന്നെ. അപ്പൊ ഇതിൽ എത്ര വെള്ളം കൊള്ളും എന്നുള്ള ഒരു അളവ് നമ്മൾ പറയണം. അപ്പൊ ലിറ്ററിൽ എന്ത് ചെയ്യണം? സെന്റിമീറ്റർ നമ്മളൊരു കാര്യം അല്ലെങ്കിൽ സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ചെറിയ അളവാണ് അല്ലെ. സെന്റിമീറ്റർ എന്ന് പറയുന്നത് ചെറിയ അളവാണ്. മീറ്റർ എന്ന് പറയുമ്പോഴാണ് വലിയ അളവ് എന്ന് പറയുന്നത്. സെന്റിമീറ്റർ സ്മോൾ ക്വാണ്ടിറ്റി ആൻഡ് മീറ്റേഴ്സ് ഹയസ്റ്റ് ക്വാണ്ടിറ്റി. അപ്പൊ സെന്റിമീറ്ററിനെ ലിറ്ററിലേക്ക് മാറ്റുമ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, when we convert the cubic centimeter into liter, so divided by 100, divided by 1000. ഓക്കെ, 1000 ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി വരുന്നത് 504 divided by 1, that means 504 ലിറ്റർ. അപ്പൊ 504 ലിറ്റർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. So this is the answer, 504 ലിറ്റർ. So third question is, the length and breadth of a rectangular box are 90 cm and 40 cm. Okay, it contains 180 liter of water, and how is the water level? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. The given measurements as length and breadth, and one more measurement is given at 180 liter. So it's contained 180 liter. അതായത് അതിന്റെ വോളിയം തന്നിട്ടുണ്ട്. വോളിയം എന്ന് പറയുന്നത് 180 ലിറ്റർ. ലിറ്ററിലാണ് വന്നിട്ടുള്ളത്. We want to convert that into centimeter because here the measurements are centimeter. അല്ലേ, എല്ലാ മെഷർമെന്റും സെന്റിമീറ്റർ ആണ്. So at first we want to convert that liter into the centimeter square, that means cubic centimeter. Okay, at first we can draw the a rough figure as a rectangular block, means like this. Okay, and it's contained the water 180 liter, and the length that is 90 centimeter, and breadth is 40 centimeter. We want to find out the height, h. Okay, so the given measurements are L equal to 90 centimeter, and breadth equal to 40 centimeter, and volume equal to 180 liter. So liter നമുക്ക് ഇവിടെ സെന്റിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് എന്തൊക്കെ കൺവേർട്ട് ചെയ്യണം? സെന്റിമീറ്റർ, ക്യൂബിക് സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ്? നമ്മൾ സെന്റിമീറ്ററിനെ ലിറ്ററിലേക്ക് മാറ്റിയപ്പോൾ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇവിടെ നേരെ തിരിച്ചു ചെയ്യണം. എങ്ങനെ ചെയ്യണം? 180 into 1000. 180 into 1000 എന്ന് പറഞ്ഞാൽ 180, 3 0 എക്സ്ട്രാ. ഓക്കെ, ഇതിനെ നമ്മൾ cc എന്ന് കൊടുക്കണം. cc means cubic centimeter. So at first the question says that the volume is 180 liter. Now we just converted into cubic centimeter. So multiply 1000. Okay, 1000 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ ലിറ്ററിനെ നമ്മൾ എന്തൊക്കെ മാറ്റിയിട്ടുണ്ട്? സിസിക്ക് മാറ്റിയിട്ടുണ്ട്. സിസി മീൻസ് ക്യൂബിക് സെന്റിമീറ്റർ. ഓക്കെ, കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെയാ ഹൈറ്റ് കണ്ടുപിടിക്കുക? ഹൈറ്റ് ഒരു സൈഡ് കണ്ടുപിടിക്കുക. നമ്മൾ എന്താ വോളിയം തന്നിട്ട് ഒരു സൈഡ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. h equal to v by b into l. Okay, so h equal to v 180,000 by b into l, that is 90 into 40. Okay, നമുക്ക് 0 കട്ട് ചെയ്യണം. Answer is 1800 by 9 into 4 36. അപ്പോൾ 1800 divided by 36 എന്ന് പറയുമ്പോൾ 50.
36 180 5 പിന്നെ 0 അപ്പോൾ 50 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ. സോ our height of this rectangular box that is 50 centimeter. Okay, got it.